എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 ജനുവരി 3 നടന്ന റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം ഓൺലൈൻ എക്സാമിൻ്റെ ചില GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ പ്ലേ നീൽ ദർപ്പൺ? നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയതാര്? ഓപ്ഷൻസ്: എ ദിനബന്ധു മിത്ര, ബി ജവഹർലാൽ നെഹ്റു, സി നീലകണ്ഠ ശാസ്ത്രി, ഡി അബ്ദുൾ റസാഖ്. നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ ദിനബന്ധു മിത്ര. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റഡ് ദ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ? ഓപ്ഷൻസ്: എ 1926, ബി 1935, സി 1929, ഡി 1927. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിച്ചത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരെ ഓപ്ഷൻ ഡി 1927. തേർഡ് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദം വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാബിനറ്റ് മിഷൻ? നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാബിനറ്റ് മിഷൻ ആണ്. ഓപ്ഷൻസ്: എ പെത്തിക് ലോറൻസ്, ബി മൗണ്ട് ബാറ്റൺ, സി AV അലക്സാണ്ടർ, ഡി സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത ആളാണ് ചോദിച്ചത്. ആൻസർ ഒരു ഓപ്ഷൻ ബി മൗണ്ട് ബാറ്റൺ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ റിവോൾട്ട് ഓഫ് 1857 ബിഗേൻ അറ്റ് മീററ്റ് ഓൺ? ഓപ്ഷൻസ്: എ 11th മെയ്, ബി 10th മെയ്, സി 12th മെയ്, ഡി 13th മെയ്. മീററ്റിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ട തീയതിയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി 10th മെയ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഡിസ്ക്രൈബ്ഡ് കൊല്ലം ആസ് എ സിഗ്നിഫിക്കൻറ്റ് സിറ്റി ഇൻ ഇന്ത്യ? ഓപ്ഷൻസ്: എ അൽ ബറൂണി, ബി അബ്ദുൾ റസാഖ്, സി അൽ ഗസ്നി, ഡി ഇബ്നു ബത്തൂത്ത. കൊല്ലത്തെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നാണ്. ആൻസർ വരെ ഓപ്ഷൻ സി അൽ ഗസ്നി. ആറാമത്തെ ക്വസ്റ്റ്യൻ, സമത്വ സമാജം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ? എ വൈകുണ്ഠ സ്വാമികൾ, ബി ചട്ടമ്പി സ്വാമികൾ, സി ബ്രഹ്മാനന്ദ ശിവയോഗി, ഡി ശ്രീനാരായണ ഗുരു. സമത്വ സമാജം ആരാണ് സ്ഥാപിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരെ ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്? ഓപ്ഷൻസ്: എ ഇ മൊയ്തു മൗലവി, ബി ഇ ഇക്കണ്ട വാര്യർ, സി KP കേശവ മേനോൻ, ഡി പട്ടം എ താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ്. ആൻസർ വരെ ഓപ്ഷൻ ഡി പട്ടം എ താണുപിള്ള. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ബ്രിട്ടീഷ് സെപ്പറേറ്റഡ് ബർമ ഫ്രം ഇന്ത്യ? ഓപ്ഷൻസ്: എ 1947, ബി 1942, സി 1935, ഡി 1932. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത് ഏത് വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി 1935. നയൻത് ക്വസ്റ്റ്യൻ, ദ കറന്റ് CEO ഓഫ് നീതി ആയോഗ് ഈസ്? ഓപ്ഷൻസ്: എ BVR സുബ്രഹ്മണ്യൻ, ബി നിർമ്മല സീതാരാമൻ, സി നരേന്ദ്രമോദി, ഡി സ്മൃതി ഇറാനി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ്? ആൻസർ ഓപ്ഷൻ എ BVR സുബ്രഹ്മണ്യൻ. 10th ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇൻസിഡന്റ് ഇൻ കേരള റിലേറ്റഡ് ടു ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ഓപ്ഷൻസ്: എ വാഗൺ ട്രാജഡി, ബി കീഴരിയൂർ ബോംബ് കേസ്, സി ഐക്യ കേരള മൂവ്മെന്റ്, ഡി ഹങ്കർ മാർച്ച്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. ആൻസർ വരെ ഓപ്ഷൻ ബി കീഴരിയൂർ ബോംബ് കേസ്. ഇനി SCRT സീരീസിൽ ആദ്യം 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 9ാമത്തെ പാഠം പരിസ്ഥിതിയെ നോവിക്കാതെ. അതിൽ PSCക്ക് ആവശ്യമുള്ള ഫാക്ട്സ് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില രാസവസ്തുക്കളും അവ മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. ആദ്യത്തേത് കാർബൺ മോണോക്സൈഡ്. കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകും. കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകും. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിനാവും. അങ്ങനെ കലകളിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെടും. രണ്ടാമത്തെ ഒരു വിഷവസ്തുവാണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് നമുക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. മറ്റൊന്ന് നൈട്രജൻ ഡയോക്സൈഡ് ആണ്, ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകും. പിന്നെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ ഉണ്ടാകും, പെർട്ടിക്കുലേറ്റ് മാറ്റർ. ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകും. പിന്നെ ഡയോക്സിനുകൾ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പം പുറത്തു വരുന്ന ഒരു പ്രധാന രാസവസ്തുവാണ് ഡയോക്സിൻ. ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. പിന്നെ മറ്റൊരു ഫാക്റ്റ് വായുവിലെ ഘടകങ്ങളാണ് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ 78% നൈട്രജൻ ഉണ്ട്, 21% ഓക്സിജൻ, 0.04% കാർബൺ ഡൈ ഓക്സൈഡ്, 0.96% മറ്റുള്ള വാതകങ്ങൾ. പിന്നെ വായു മലിനീകരണം. അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായു മലിനീകരണത്തിന് പ്രധാന കാരണം. പിന്നെ പറയുന്നത് ഭൂമിയിലെ ജലത്തെ കുറിച്ചാണ്. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% സമുദ്രജലമാണ്. വെറും 3% മാത്രമാണ് ശുദ്ധജലം, അതായത് ഉപ്പ് കലരാത്ത ജലം.
ശുദ്ധജലത്തിൻ്റെ ഏകദേശം 69% മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത്. ഇതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 30% ഭൂഗർഭജലമാണ്. ആകെ ശുദ്ധജലത്തിൻ്റെ 0.3% മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായി ഉള്ളത്. 97% ഭൂമിയിൽ സമുദ്രജലമാണ്. വെറും 3% ശുദ്ധജലം, അതായത് ഉപ്പ് കലരാത്ത ജലം. അതിൽ തന്നെ 69% മഞ്ഞുപാളികളാണ്. ബാക്കിയുള്ള 30% ഭൂഗർഭജലമാണ്. ആകെ ശുദ്ധജലത്തിൻ്റെ 0.3% കായലുകളിലും നദികളിലും കുളങ്ങളിലും ഒക്കെ ഉള്ളത്. ഇനി യൂട്രോഫിക്കേഷൻ, ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് യൂട്രോഫിക്കേഷൻ. ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷകഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. അതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി 10ാമത്തെ പാഠം സുരക്ഷിത ഭക്ഷണം. അതിൽ വരുന്ന PSCക്ക് ആവശ്യമായിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ ആണ്. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാല് ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. പെട്ടെന്നുള്ള ഈ താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചറാണ്. അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്ചറൈസേഷൻ എന്ന പേര് ലഭിച്ചത്. അതായത് പാല് കേടുവരാതെ സൂക്ഷിക്കാനുള്ള മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കും. അപ്പം അതിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടിയിട്ട് അത് നശിച്ചു പോകും. ഈ രീതി ആവിഷ്കരിച്ചത് ലൂയി പാസ്ചറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. SCERT സീരീസിൽ സോഷ്യൽ സയൻസ് പാഠഭാഗങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യം 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. നമ്മൾ PSCക്ക് ആവശ്യമുള്ള പാഠഭാഗങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് 1ാമത്തെ പാഠം സ്കിപ്പ് ചെയ്യാണ്. 2ാമത്തെ പാഠം ഭക്ഷണവും മനുഷ്യരും. ആദ്യത്തെ ഫാക്റ്റ് ഭക്ഷ്യോൽപാദനം. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പം മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ മൃഗം നായയായിരുന്നു. ആദ്യകാല കാർഷികോപകരണങ്ങൾ കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് ഇതൊക്കെയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. ആദിമ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ അവർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. അപ്പോൾ ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. അപ്പോൾ അവർ ഭക്ഷണം സൂക്ഷിച്ചു വെച്ചിരുന്ന ചില സാധനങ്ങൾ മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, ഇതിലൊക്കെയായിരുന്നു ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. അപ്പം മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായ കണ്ടുപിടുത്തമാണ് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം. അതായത് മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം. ഭക്ഷ്യസാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്.
ധാന്യപുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിലെ ഒരു പ്രധാന തെളിവായിട്ട് ലഭിച്ചാണ് ധാന്യപുര. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കൈമാറ്റ സമ്പ്രദായം. നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പുള്ള സാധന കൈമാറ്റ രീതിയാണ് ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങിയിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകിനായിരുന്നു വിദേശ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇനി ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രം കൊടുത്തിട്ട് അവയുടെ ജന്മദേശമാണ് ചോദിച്ചത്. പേരക്ക മെക്സിക്കോ ആണ് ജന്മദേശം. പപ്പായ ആണെങ്കിൽ സദേൺ മെക്സിക്കോയും അതേപോലെ തന്നെ മധ്യ അമേരിക്കയാണ് ജന്മദേശം. കൈതച്ചക്ക ആണെങ്കിൽ സൗത്ത് അമേരിക്ക. കശുവണ്ടി ബ്രസീൽ, ഈസ്റ്റേൺ ബ്രസീൽ. മരച്ചീനി ആണെങ്കിൽ ബ്രസീൽ. ഉരുളക്കിഴങ്ങാണെങ്കിൽ പെറു. ഇനി മിശ്ര ഭോജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയ സ്ഥലം എറണാകുളം ജില്ലയിലെ ചെറായിൽ. മിശ്രഭോജനം 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഇപ്പം മിശ്രഭോജനം നടന്ന വർഷം 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഇനി പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെ അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു.
ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. 1943 ഒരു വലിയ ഭക്ഷ്യക്ഷാമം നേരിട്ട സ്ഥലമായിരുന്നു ബംഗാൾ. അതിന് കാരണം കൊടുങ്കാറ്റ്, പ്രകൃതിക്ഷോഭമായിരുന്നു. സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. അപ്പോൾ ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഒരു ഉദാഹരണമാണ്. ഇനി ദേശീയ ഭക്ഷ്യസുരക്ഷാ നയം 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. 2013 നിലവിൽ വന്നത്. ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതാണ്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റു ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷമാണ് 2023. ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ. അപ്പോൾ ഇത്രയാണ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.